വെൽക്കം ടു എ ചാനൽ. ഇന്ന് നമ്മൾ പപ്പടം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു കറിയാട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. കറി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഈ തട്ടിക്കൂട്ട് കറിയൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലൊരു കറിയാണ്. നമുക്ക് ചില സമയത്ത് മീനും ഒന്നും ഇല്ലാതെ നമുക്ക് പണിയൊന്നും എടുക്കാൻ തോന്നാത്ത സമയത്ത് ഒരു തട്ടിക്കൂട്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കില്ല. അങ്ങനത്തെ സമയത്ത് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1-2 വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അധികം കട്ടിയില്ലാത്ത, അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ആ തെളിഞ്ഞ വെള്ളം മാത്രമേ മേലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തുള്ളതായിരുന്നു. ഞാൻ മട്ട അരിയാണ് യൂസ് ചെയ്യുന്നത്, ചുവപ്പ് കളറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ചെറിയൊരു കളർ ചേഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെയുള്ള വെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് അത്രയും നമുക്ക് എത്രയാണോ ആ ഒരു ഗ്രേവി ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ നല്ല അടിപൊളിയായിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മുമ്പെയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, കഞ്ഞിവെള്ളം താളിച്ചതെന്ന് കേട്ടോ ഇതിന് പറയാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഭക്ഷണത്തിനൊക്കെ ചോറിലേക്ക് നമുക്ക് ഇതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചമ്മന്തിയും ഒരു പപ്പടവും അതുപോലെ ഒരു കഷ്ണം ഉണക്കമീനൊക്കെ കൂട്ടി നിങ്ങൾ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചോറ് കഴിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2-3 പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെറുതായിട്ടൊന്ന് അങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കറിയൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷമാണ് ഈ പപ്പടം ഇട്ട് കൊടുക്കുന്നത്. പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട, അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പപ്പടം താളിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ പപ്പടം ചേർക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം താളിച്ചതായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിൻ്റെ കൂടെ ഇതും ഒരു ഉണക്കമീനും ഇത്തിരി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പപ്പടം വെച്ചിട്ടുള്ള താളിപ്പിൻ്റെ കൂടെ പപ്പടം വെച്ചിട്ടുള്ള ചമ്മന്തിയും അതുപോലെ തോരനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.